നമസ്തേ, രവിയാണ്. ഒരാഴ്ചയായിട്ട് നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അധികമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ ഡീൽ രാഷ്ട്രീയം. എന്താണ് ഈ ഡീല്? നമുക്കൊന്ന് പരിശോധിച്ചാലോ. ആദ്യമായിട്ട് ഡീല് വർത്തമാനം വന്നത് പാലക്കാട്ടിൽ നിന്നാണ്. അതിൻ്റെ കാരണം എന്താ? കോൺഗ്രസ്സിൽ അറിയാലോ, പല നിയന്ത്രണ നേതാക്കന്മാരാണ്. പാലക്കാടിൽ സ്ഥിരമായിട്ട് സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കുന്നതിന് ഡി സതീശനോ രമേശ് ചെന്നിത്തലയ്ക്ക് ഈവൻ രാഹുൽ ഗാന്ധിക്ക് പോലും അധികാരമില്ല എന്നുള്ളതാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ SDPIനെ കൂട്ടുപിടിച്ചിട്ട് ഷാഫി പറമ്പിലിൻ്റെ ഒരു രാഷ്ട്രീയമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ ആരിനെയാണോ സ്ഥാനാർത്ഥിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അവരായിരിക്കും പാലക്കാടിലെ സ്ഥാനാർത്ഥി. ഷാഫി പറമ്പിൽ അവിടുത്തെ സ്ഥാനാർത്ഥീനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ, ഷാഫി പറമ്പിൽ കേൾക്കുന്നത്, ഷാഫി പറമ്പിൽ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരാളെ ആയിരിക്കും ഷാഫി പറമ്പിൽ പാലക്കാട്ടിലെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുക. ഷാഫി പറമ്പിലിന് പാലക്കാട്ടിലെ DCCയിലെ പ്രവർത്തകരെയൊന്നും വിശ്വാസമില്ല. ചെറിയ പ്രവർത്തിക്കുന്ന, ജനങ്ങളിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാക്കന്മാർ പ്രവർത്തകരെയും വിശ്വാസമില്ല. വിശ്വസിക്കാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൈപ്പിടിയിൽ നിന്ന് അത് കൈവിട്ടു പോകുമെന്നുള്ള ഭയമാണ്. അപ്പോൾ ഇയാൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുക. പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇറക്കിക്കൊണ്ടുവന്ന മാതിരി ഇപ്പോൾ കോട്ടയത്തിൽ നിന്ന് നമ്മളെ പിഷാരടീനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഷാഫി പറമ്പലിനൊരു ധൈര്യമാണ് അവിടെ. എന്താ വെച്ചാൽ അവിടെ SDPI ശക്തമാണ്. അപ്പോൾ SDPI ആയിട്ട് കൂട്ടുകൂടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എല്ലാ പരിപാടികളും പാലക്കാട് നടക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ SDPIയും പിന്നെ ഇയാളുടെ കോൺഗ്രസ്സിലെ അണികളും ചേർന്ന് കഴിഞ്ഞു വെച്ചാൽ അവിടെ വിജയിപ്പിക്കാമെന്നാണ്. അപ്പോൾ അതിൽ ഈ പിഷാരടീനെ കൊണ്ടുവന്നതിൽ പല ആൾക്കാർക്ക് എതിർപ്പില്ല. എന്ന് വെച്ചാൽ പിഷാരടി ആൾക്കാരൊക്കെ അറിയപ്പെടുന്ന ആൾ തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അയാൾ രാഷ്ട്രീയമായിട്ടോ സാമൂഹ്യമായിട്ടോ ഒരു പ്രതിബദ്ധതയില്ലാത്ത ആളാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഇടപെടലുകളോ ഇതിനു മുമ്പ്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഇടപെട്ടതായിട്ടോ ഇതുവരെ ഒരു അനുഭവമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിനകത്ത് തന്നെ ആ സ്ഥാനാർത്ഥിത്വത്തിനെ കുറിച്ചിട്ടൊരു കലഹമുണ്ട്. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ സതീശൻ കണ്ട മാർഗമാണ് അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി പോരാ, അത് ഒരു ഡീലാണ്, BJP ആയിട്ടൊരു ഡീലാണ് എന്നുള്ള പുതിയ കണ്ടുപിടുത്തം കൊണ്ടുവരാൻ കാരണം ഇതാണ്. LDF അവിടെ എന്താ കണ്ട് BJPനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ഈ UDFനെ സഹായിക്കുന്ന, ഷാഫി പറമ്പിലിനെ സഹായിക്കുന്ന SDPIയുടെ വോട്ടുകൾ പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ LDF ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയിരിക്കുന്നത്. അതാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം. അപ്പോൾ ഇതിലാണ് ഈ സതീശനാണ് തുടങ്ങി വെച്ച്, പിന്നെ KC വേണുഗോപാലും അങ്ങനെ പല, രമേശ് ചെന്നിത്തല അധികം പറഞ്ഞു കേൾക്കുന്നില്ല. അയാൾ കുറച്ചുകൂടെ, ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോൺഗ്രസ്സിലുള്ള എല്ലാ നേതാക്കന്മാരും വിഴുപ്പുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരും നിൽക്കില്ലല്ലോ. ഇടയ്ക്ക് നമ്മുടെ വിശ്വപൗരന് ഒരു ബോധോദയം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിനെ എതിർക്കും, വീണ്ടും രാഹുൽ ഗാന്ധിയുടെ ആസനം താങ്ങിയായിട്ട് മാറും. അതാണ് നമ്മുടെ വിശ്വപൗരൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ തലയിലെഴുത്താണ്, വിധിയാണ്, അത് മായ്ക്കാമെന്നായിരിക്കും പറ്റുക. അപ്പോൾ ഇതാണ് ഡീലെന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവം. ഇതിൽ എത്രത്തോളം അവിടെ പിന്നെ ഇപ്രാവശ്യം ഇവർ ഡീലെന്ന് പറഞ്ഞ് കളിയാക്കുന്നൊരു സംഭവം പ്രാവർത്തികമാവാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ വിജയത്തിലൂടെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും കമ്പയർ ചെയ്യുമ്പോൾ
രാഷ്ട്രീയമായിട്ട് ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി, എത്രയോ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിലെ തന്നെ ഏത് പാർട്ടിയിലെ ഒരു വനിതാ നേതാവിനേക്കാളും മികച്ചു നിൽക്കുന്ന ഒരു വനിതാ നേതാവ്. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എതിർപക്ഷത്തുള്ള 2 സ്ഥാനാർത്ഥികളും ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്. ഇത് സാധാരണ ജനം വിലയിരുത്തുമല്ലോ. ഇവർ ഈ രാഷ്ട്രീയ പാർട്ടികളിലെ വോട്ടുകൾ മാത്രമല്ലല്ലോ ജയത്തിന് ആധാരം. രാഷ്ട്രീയ പാർട്ടികളിൽ എത്രത്തോളം തന്നെ വരും, ഏകദേശം ഒരു 50% മൊത്തം വോട്ടേഴ്സിൽ ഒരു 50%-ഓളമാണ് രാഷ്ട്രീയ പാർട്ടികളിലെ അണികളുടെ വോട്ടുകൾ. ബാക്കി 50% എന്ന് പറയുന്നത് അവർ ചില നന്മകൾ നോക്കിയിട്ടിടും. പിന്നെ ചിലവർ ജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എതിർപക്ഷത്തിനിടും. അതിനൊരു ഉദാഹരണമാണ് 2018 ശബരിമല പ്രശ്നത്തിന് ശേഷം 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരിക്കോരിയിട്ട് UDF സഹായിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അന്ന് UDF എല്ലാ സ്ഥാനാർത്ഥികളും പ്രവർത്തിക്കാൻ അണികളില്ല എന്ന് പറഞ്ഞ് KPCCക്ക് പരാതി കൊടുത്തതാണ്. കെ മുരളീധരനായാലും ശരി, ഷാഫി പറമ്പിലായാലും ശരി, പിന്നെ VK ശ്രീകണ്ഠനായാലും ശരി, എല്ലാ 20 സ്ഥാനാർത്ഥികളും KPCCക്ക് പരാതി കൊടുത്താൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അണികളില്ല. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 19 സ്ഥാനത്തിലും ജയിച്ചിട്ട് അത്ഭുതാവഹമായ, എന്നുവെച്ചാൽ LDF ജയിക്കരുത് നന്നായിരുന്നു അന്നത്തെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൻ്റെ തീരുമാനം. അത് BJPക്ക് വോട്ട് ചെയ്ത BJP ആണ് ശബരിമല പ്രശ്നത്തിൽ കാര്യമായിട്ട് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. പക്ഷേ BJPക്ക് വോട്ട് ചെയ്താൽ LDF ജയിച്ചു പോകുമോ എന്നുള്ളൊരു ധാരണയിലാണ് അന്ന് വാരിക്കോരി UDF സഹായിച്ചിട്ട് UDF ജയിക്കാൻ കാരണം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് 50%-ലധികം വോട്ടർമാർ. അപ്പോൾ ഇവരുടെ വോട്ട് ആർക്കാണോ വരുന്നത്, അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നുള്ളത് 150% ഉറപ്പാണ്. അപ്പോൾ ആ ജയത്തിന് ഒരു മുൻകരുതലായിട്ട്, അതായത് LDF സഹായിച്ചിട്ടാണ് അവിടെ BJP ജയിച്ച് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് UDF ഇപ്പോൾ തന്നെ ഒരു മുഴം മുന്നേറിഞ്ഞത്. നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കുക, എവിടെയാണ് ഡീല് നടക്കുന്നത്. മഞ്ചേശ്വരത്ത് ഇപ്പോൾ എന്താ നടന്നത്? SDP 7 സ്ഥാനാർത്ഥിനെ പിൻവലിക്കാൻ പോവുക. എന്താ കാരണം? മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല. അപ്പോൾ ഈ വിധത്തിൽ BJPനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ 2 മുന്നണികളും എത്രയോ കാലങ്ങളായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കണം. എന്നിട്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു രാഷ്ട്രീയം, ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങി. എന്നുവെച്ചാൽ ഇപ്പോൾ വോട്ടേഴ്സിൽ കൂടുതലായിട്ട് വരുന്നത് യുവജനങ്ങളാണ്, പിന്നെ സ്ത്രീകളും. ഈ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവിരൽ തുമ്പിലുണ്ട് കാര്യങ്ങൾ. ഇവർ പറയുന്ന ഈ പൊട്ടത്തരം വിശ്വസിക്കാനൊന്നും യുവജനങ്ങളെ കിട്ടില്ല. അവർക്ക് ഇന്ന് പുതിയ സംവിധാനങ്ങളുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ. ആ സംവിധാനം ഉപയോഗിച്ചിട്ട് അവർ ഈ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ മനസ്സിലാക്കും. അതറിഞ്ഞിട്ടാണ് അവർ വോട്ട് ചെയ്യുക. അപ്പോൾ ഇവർ ഈ പൊട്ടത്തരങ്ങളൊക്കെ കാലം കഴിഞ്ഞു, ആ രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. നിങ്ങളിനി എത്രയൊക്കെ പറഞ്ഞാലും അവർ നോക്കുന്നത്, യുവജനങ്ങൾ നോക്കുന്നത് അവരുടെ വിരൽത്തുമ്പിലുണ്ട് അവരുടെ അറിവ്. അവർ കമ്പ്യൂട്ടറിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞു വെച്ചാൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ എന്ന് അറിയാത്ത ഒരു കാര്യമില്ല. അപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇവർ പറയുന്ന ഈ ചക്കളത്തി പോരാട്ടമൊന്നും ഇനി ഈ രാഷ്ട്രീയത്തിൽ നടക്കില്ല. അപ്പോൾ ഇവിടെ വലിയൊരു വിഭാഗം ജനവിഭാഗം BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇവരുടെ ഈ ഡീലി വിവാദമൊന്നും ഇനി നടക്കില്ല. സതീശേട്ടാ അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. പിന്നെ KC വേണുഗോപാലിനെ പോലെ നിങ്ങളും ചിന്തിക്കാതെ നിങ്ങളെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരുമ്പോൾ കുറച്ച് പിന്നെ എന്തൊക്കെയോ ഉണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്, കുറച്ചുകൂടെ പിന്നെ പിണറായി വിജയൻ്റെ അഴിമതിനെയൊക്കെ തുറന്നു കാട്ടാനുള്ള തൻ്റെ ഇടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളെ പ്രതിപക്ഷ നേതാവാക്കിയത്. വാസ്തവത്തിൽ അതൊരു അബദ്ധമായിരുന്നു. എന്താ വെച്ചാൽ പിണറായി വിജയനേക്കാളും വലിയ അഹംഭാവിയാണ് നിങ്ങൾ. ജനങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതിന് പകരം ജനങ്ങളുടെ മേധാവിയായിട്ട് നിങ്ങളെ പ്രവർത്തിക്കുന്നത്. നിങ്ങളും പിണറായി വിജയനെ അഹംഭാവത്തിൻ്റെ കാര്യത്തിൽ ത്രാസിലിട്ട് തൂക്കിച്ചാൽ ഒരുപടി താഴെ നിൽക്കുന്നത് നിങ്ങളാണ്. എന്നുവെച്ചാൽ അയാളെക്കാളും അഹംഭാവമാണ് നിങ്ങൾക്ക്. അതിനൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നരേന്ദ്രമോദിജീനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തൊഴുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ തൊട്ട് വന്നിക്കുന്ന തോന്നും. അത്രയും താഴ്ന്ന, എന്ന് വെച്ചാൽ ജനസേവകൻ എന്ന് പറഞ്ഞാൽ അതാണ്.
ജനങ്ങളുടെ സേവകനാണ് നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളും പിണറായി വിജയനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ രാജാവിൻ്റെ ഒരു രീതിയാണ്, പഴയ ഏകാധിപത്യ ശൈലിയാണ്, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് ഇതൊന്നും ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എത്ര വനിതാ സ്ഥാനാർത്ഥികളുണ്ട്? NDAയിൽ എത്ര വനിതാ സ്ഥാനാർത്ഥികളുണ്ട്? LDFിൽ എത്ര വനിതാ സ്ഥാനാർത്ഥികളുണ്ട്? അപ്പോൾ വനിതകളെ ആരാണ് പരിഗണിക്കുന്നത്? ഇത് സ്ത്രീ വോട്ടേഴ്സ് നോക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയം. നിങ്ങളെ ഈ പഴയ എന്താ പറയുക, ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടിട്ടുള്ള പറ്റിച്ചിട്ട് അധികാരത്തിൽ വരിക, എന്നിട്ട് കോടികൾ കട്ടുമുടിക്കുക, ഈ വക രാഷ്ട്രീയമൊന്നും പോവില്ല. അതുകൊണ്ട് ഡീലും കൊണ്ടൊന്നും നടക്കണ്ട, അത് നടക്കില്ല. ഇനി നിങ്ങളുടെ തരികട രാഷ്ട്രീയം ഈ കേരളത്തിൽ വിലപ്പോകും തോന്നുന്നില്ല. ഒരു 10-15 സീറ്റിലധികം BJP ജയിക്കും. ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഭരണത്തിലും വരും. ഇപ്രാവശ്യം തന്നെ ഭരണത്തിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇന്നും അന്ധകാരത്തിലാണ്, അതായത് രാഷ്ട്രീയ അടിമകളായിട്ടിരിക്കുകയാണ്. അവർക്ക് അറിയില്ല, നിങ്ങൾ പറയുന്ന നുണകൾ വിശ്വസിക്കുന്ന കുറച്ച് ചെറിയൊരു സർട്ടൻ പേഴ്സൻറ്റേജ് ആൾക്കാരുണ്ട്. അവർക്ക് ഇന്നും നേരം പുലർന്നിട്ടില്ല. അവരതുകൊണ്ടാണ് ഈ BJP ഇപ്രാവശ്യം അധികാരത്തിൽ വരാതെ നിങ്ങളെ തന്നെ, നിങ്ങളാരെങ്കിലും ആയിരിക്കും അധികാരത്തിൽ വരിക. ചെറിയൊരു തൂക്കുസഭയായിരിക്കും, ഇല്ലെങ്കിൽ ചെറിയൊരു മെജോറിറ്റി അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ BJP നിങ്ങളുടെ ഈ കൂട്ടുകച്ചവടമൊക്കെ എതിർക്കും നിയമസഭയിൽ. അങ്ങനെ ജനങ്ങൾ അടുത്ത 5 കൊല്ലം കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അടുത്ത പ്രാവശ്യം 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് BJP NDA അധികാരത്തിൽ വരികയും ചെയ്യും. ഇതാണ് നടക്കാൻ പോകുന്ന രാഷ്ട്രീയം. ഇനിയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ, അതായത് നിങ്ങളുടെ ഭിക്ഷാന്തേഹികളായിട്ടുള്ള നിങ്ങളുടെ രാഷ്ട്രീയ അടിമകളുണ്ട്. അവരെയൊക്കെ കുറച്ച് കാലം, ഇപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും UDFിൽ നിന്നും LDFിൽ നിന്നും, അതായത് കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും എത്ര നല്ല നല്ല ആൾക്കാരാണ് പുറത്തു പോയത്. അതായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരൊക്കെ പുറത്തു പോകാൻ തുടങ്ങി. ഇനി നിങ്ങളുടെ കുറച്ച് രാഷ്ട്രീയ അടിമകളുണ്ട്. അവരെ കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കാലം കൂടെ നിങ്ങൾക്ക് ഈ കപട രാഷ്ട്രീയം നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞു വെച്ചാൽ കഴിഞ്ഞു നിങ്ങളുടെ കാലഘട്ടം. ത്രിപുരയിലും ബംഗാളിലൊക്കെ സംഭവിച്ച മാതിരി കോൺഗ്രസിനെയും CPMനെയും കേരളത്തിൽ നിന്ന് തൂത്തെറിയും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡീൽ എന്താണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് രാവിലെ തന്നെ ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഡീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളാണ്. കോഴിക്കോട് LDFനെ അല്ലെങ്കിൽ UDFനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് BJP നേതാക്കന്മാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പുറത്തു പോകാൻ പറയും, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കാം. BJP ജയിച്ചോട്ടെ തോറ്റോട്ടെ, നമുക്കൊരാശയമുണ്ടല്ലോ. ഇതാണ് 99.9% രാഷ്ട്രീയ അണികളുടെ ഇത്. പിന്നെ രാഷ്ട്രീയ അടിമകളല്ല, രാഷ്ട്രീയ അണികൾ. അപ്പോൾ എന്നോടൊക്കെ വന്നിട്ട് BJP ഒരു ഡീല് ചെയ്തിട്ടുണ്ട്, വോട്ട് ചെയ്യണം, ഇന്നമാതിരി CPMനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ അഭിപ്രായം കൊണ്ട് വരുന്ന നേതാക്കന്മാരെ പുറത്താക്കും. ഇതിങ്ങനെ വരുന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ ചിന്താഗതി. അപ്പോൾ ഇവിടെ അവരുടെ വോട്ട് ഇവർക്ക് പോയി, ഇവരുടെ വോട്ട് അവർക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് ഇവരുടെ വോട്ട് അവർക്കും പോയില്ല, അവരുടെ വോട്ട് ഇവർക്കും വരില്ല. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്, അതായത് രാഷ്ട്രീയം ഒന്നുമില്ല, നന്മകൾ നോക്കിയിട്ട് അപ്പുറത്തേക്കോ ചെയ്യുക. അത് നന്മയാവണമെന്നില്ല, അവരുടെ മനസ്സിൽ തോന്നുന്നത് നോക്കിയിട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് 50% ആൾക്കാർ. അവരുടെ വോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നത്. അതിനെയാണ് ഇവർ പറയണത് നിങ്ങളുടെ വോട്ട് അവർക്ക് പോയി, അവരുടെ വോട്ട് ഇവർക്ക് പോയി. സുരേഷ് ഗോപി ചോദിച്ചത് UDFൻ്റെ വോട്ട് കൊണ്ടാണെന്ന്. അവിടെ UDFന് വോട്ട് കുറഞ്ഞു. UDFന് വോട്ട് പറയാൻ കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന 50% ആൾക്കാർ ഈ വേണ്ട, UDF കെ മുരളീധരൻ വേണ്ട, സുരേഷ് ഗോപിയാണ് കുറച്ചുകൂടെ ജനങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി വേണ്ട, നരേന്ദ്രമോദിജി വന്നാൽ മതി എന്ന് പറയുന്ന ആളാണ് സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് ചെയ്ത്. അപ്പോൾ UDFിൽ നിന്നാണ് ആ ചാഞ്ചാട്ടം. UDFിലേക്ക് പോയ ആ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ വോട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയ അടിമകളാണ് കൂടുതലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക. അവർ മാറുന്നത് ഇതിപ്പോൾ CC മുകുന്ദനെ പോലെ കുറച്ച് ബുദ്ധി വന്ന ആൾക്കാർ, ബുദ്ധി വെച്ചു അവരൊക്കെ മാറി ചിന്തിച്ച് തുടങ്ങി. അതുപോലെ കൊല്ലത്ത് അജിത്ത്, അവരും മാറും.
അങ്ങനെ മാറിയതിൻ്റെ ഫലമാണല്ലോ ബംഗാളിൽ നിങ്ങളൊന്നും ഇല്ലാതായിപ്പോയി, ത്രിപുരയിൽ ഒന്നുമില്ലാതെ നിലം തൊടാൻ ഇല്ലാതായിപ്പോയി. അപ്പം അവരും മാറും. കേരളത്തിൽ നിങ്ങളുടെ കൂട്ടിൽ നിന്ന് മാറുന്നത് കുറച്ച് കുറവും അപ്പുറത്തുനിന്ന് കുറച്ച് കൂടുതലുമാണ്. പക്ഷേ ഭാവിയിലെന്ന് പറയുന്നത് ഈ 2031 ആകുമ്പോഴേക്കും നിങ്ങളുടെ കൂടെയുള്ളവർ UDFൻ്റെ കൂടെ LDFൻ്റെ കൂടെ ഉള്ളവർ കംപ്ലീറ്റ് BJP ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു നേതാവ്, ആ നേതാവ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഭരിക്കുന്നു. നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ പരമ്പരകൾക്കോ വേണ്ടി പൈസ ഉണ്ടാക്കുന്ന പോലെ അദ്ദേഹം പൈസ ഉണ്ടാക്കുന്നില്ല. അദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു. ലോകത്ത് തന്നെ തലയെടുപ്പുള്ള നേതാവായിട്ട് വളരുന്നു. എന്താ വെച്ചാൽ അദ്ദേഹം ഭരിക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടാണ്. ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിപ്പം മനസ്സിലാക്കാൻ മനുഷ്യന്മാർക്ക് കുറച്ച് സമയമെടുക്കും. കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൊക്കെ പോയി കഴിഞ്ഞു. നിങ്ങളെ എന്താ പറയുക, തരി പോലുമില്ല കണ്ടുപിടിക്കുക പറഞ്ഞൊരു പരസ്യം ഉണ്ടല്ലോ, അതുപോലെ ആയിപ്പോയി. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഡീൽ എന്ന് പറയുന്നത് ഇതാണ്. ഡീൽ എന്ന് പറയുന്നൊരു സംഭവം രാഷ്ട്രീയത്തിലില്ല. അതൊന്നും പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കണ്ട. ഒരു പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായ അടിമകൾ വിശ്വസിച്ചെന്ന് വരും. പക്ഷേ സാധാരണ ജനങ്ങളത് വിശ്വസിക്കില്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഭരണത്തിൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതുവരെ എന്ത് ചെയ്തു? മറ്റേവരെന്ത് ചെയ്തില്ല? ഇതൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് വാങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാതെ ഈ വക പ്രാന്ത് ഒരുപക്ഷെ ഒരു പരിധിവരെ ജനങ്ങളൊക്കെ ഇതൊക്കെ കേൾക്കും, സഹിക്കും. അത് കഴിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ അവർ അമേദ്യമൊക്കെ ആ ചൂലുകൊണ്ട് നിങ്ങളെ അടിക്കും. ആ ഒരു സ്ഥിതിയിലേക്ക് രാഷ്ട്രീയത്തിനെ കൊണ്ടുപോവാതെ ദയവ് ചെയ്തിട്ട്. ഓക്കെ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.